വെൽക്കം ബാക്ക്. ഞാൻ സ്വന്തം മച്ചൂസ് ഗെയിമിൽ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 4 ആണ്. ഇതിന് കൂടുതലുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഒരു 10 എണ്ണം കൂടെ ഒപ്പിച്ചായിരുന്നു കേട്ടോ ഗൈസ്. എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് അവിടെ ഒരു ഏരിയ ഞാൻ കാണിച്ചിടാം ഗൈസ്. അവിടെ ഒരു കേവ് ഉണ്ട്. നമുക്ക് ആ കേവ് കുറച്ച് കഴിയുമ്പോൾ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഉടനെ അത് ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ അവിടെ ഒരു കേവും കൂടെ ഉണ്ട്. എന്താണ്ട് ഞാൻ ഇവിടുന്ന് താഴോട്ട് മൈൻഡ് ചെയ്ത് പോയിട്ടാണ് എടുത്തേട്ടാ. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാക്കോളം മറ്റേ ടോർച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ കത്തി തീർന്നടേ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ഓക്കെ, അപ്പം നമ്മൾ എന്താണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് റെയിൽ ഉണ്ടാക്കണം. റെയിലാണ് നമ്മുടെ ഫസ്റ്റത്തെ. റെയിലും മൈൻകാട്ടും ഇത് രണ്ടുമാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ട സാധനം കേട്ടോ ഗെയ്സ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം ഉണ്ടാക്കിയിട്ട് വില്ലേജസിനെ അവിടെ നിന്ന് മാറ്റണം ഗെയ്സ്. നമ്മൾ എവിടെയാണോ അയൺ ഫാം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങോട്ടേക്ക് വില്ലേജസിനെ മാറ്റണം. അതാണ് ആദ്യത്തെ പരിപാടി. ഈ ഷീപ്പിനെ ഞാൻ പിടിച്ചു വെച്ചോട്ടെ, കാരണം പിന്നെ ഷീപ്പിനെ കിട്ടലുണ്ടാവില്ല ഗെയ്സ്. അതാണ് നമുക്ക് ആണെങ്കിൽ വൂള് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. നമുക്ക് 21 ബെഡോളം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ 20 ബെഡോളം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ എടാ ലീഫില്ല അതല്ലേ ലീഡ് എന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 20ഓളം ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല മെനക്കേടാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആടിനൊക്കെ ഒന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ പോയി പോകും ഗൈസ്. അത് തന്നെ. എവിടെ മച്ചാനെ വയമത്തെ അങ്ങനെ മുനി വട. ഓക്കെ, ഗൈസ് നമുക്കൊരു ഫെൻസ് ഉണ്ടാക്കണം ഗൈസ്. ഫെൻസ് ഇല്ലാണ്ട് കാര്യം നടക്കില്ല. ഇതെന്താ ഞാൻ കേട്ടുന്നത്. ഓക്കെ, ഫെൻസ് ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ ഒരു ഫെൻസ് 3 ഫെൻസ് ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ലടെ, പട്ടി വന്ന പണി ഇട്ടിട്ടോ, അതൊരു കാര്യമാണ്. ഓക്കെ, അവിടെ ഇരുന്നോ. പട്ടി വന്ന പണി കിട്ടും ഗൈസ്. ഇവിടെയാണെങ്കിൽ പട്ടി ഉണ്ടടേ. ഡോഗ് വന്നാൽ അത്ര തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവനെ സേഫ് ചെയ്യും വേണമല്ലോ ഗൈസ്. അപ്പോൾ അതിനുള്ള പരിപാടിയും കൂടെ ഞാൻ നോക്കട്ടെ. ഉണ്ടാക്കിയിട്ട് പറഞ്ഞുണ്ടാക്കുക. വീണ്ടും മാറിപ്പോയി, നരസാറില്ല. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ആട് എടാ, ഞാൻ എന്തിനാടാ അത് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? ഈ ആടിനൊക്കെ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് മര്യാദയ്ക്ക് വന്നേ. ചാടി അതന്നെ ഇങ്ങോട്ടോ ഇതൊന്ന് മറ്റവന് പോയി പോക്കട്ടെ. കയറിയില്ല, കയറി പോയി. ഇവിടെ എന്തുവാണ് ഞാൻ കഴിക്കുന്നത്? ഓക്കെ, 2 ആടായി ഗൈസ്. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഇനി പട്ടി വരില്ലായിരിക്കില്ലടാ. വേറെ എവിടെയും ഞാനങ്ങനെ തുറന്നിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ പട്ടി ഇങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, വെരി ഗുഡ് പ്ലേ.
ഉദ്ദേശിച്ചല്ല നടന്നതാണ്. അവിടെ അതെന്താ അങ്ങനെ ഊരിപ്പോന്നേ? അപ്പൊ എനിക്ക് ഒരു കൂട് തന്നെ ഉണ്ടാക്കണം അവിടെ. അപ്പൊ കൂട് തന്നെ ഉണ്ടാക്കണം ഗൈസ്. ഇവർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു കൂടുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോ ചില്ലറ മെനക്കേടല്ലടാ. അതാണ് വേറൊരുത്തന്നെ അപ്പൊ ഇനി എസ്കേപ്പായി. എവിടവൻ? ഓക്കെ, 2 പേര് കിട്ടിട്ടോ. ഞാനൊരു കൂടുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് കൂടുണ്ടാക്കട്ടെ. അപ്പോൾ ഇവര് 2 പേരും കൂടെ അവിടെ ഒന്ന് ലോക്ക് ചെയ്തിടാം. മറ്റൊരു കൂടും കൂടെ ഉണ്ടാക്കാടാ. അല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. കൂടിനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് കൂടുണ്ടാക്കിയാൽ മതി. ഇവന്മാരെല്ലാം പൊക്കുക, എന്നിട്ട് കൂടും ഉണ്ടാക്കുക കേട്ടോ. ഫെൻസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു ലീഷും കൂടി ഉണ്ടായിരുന്നിട്ട് ആ ലീഷ് കാണുന്നില്ല ഇപ്പോൾ. അതാണ് വേറെ കുഴപ്പം. മേലെ തന്നെയാണോ അത് എവിടെയാണ് നോക്കുന്നത്? ലീഷ് ആവശ്യം വരുമായിരിക്കുമോ പറയാൻ പറ്റില്ല. എന്താ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എവിടാ മറ്റേ ആടുകള്? ആ ലീഷും പോയി, ആടും പോയാ. എന്തൊക്കെ കളിയാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആടുകളെ കൊണ്ട് പോവാം. അങ്ങനെ കൊണ്ട് പോവാതെ ശരിയാവില്ല. അയ്യോ, ദാണ്ട നിൽക്കുന്നു ഒരു പൊരുത്തം കിട്ടവൻ. എന്ത് ചെയ്യാനാ ഗൈസ്? ഇപ്പം നമുക്ക് ഇവിടെ പൂട്ടാൻ ഗൈസ്. അല്ലെങ്കിൽ ഇല്ലേ കുരുത്തം കിട്ടാൻ വന്നിട്ട് പണി തരും, ഉറപ്പാണ്. കയറിക്കോ, ഞാൻ കയറണ്ട പറഞ്ഞാലോ. വാ 2 പേരും കയറിക്കോ. അപ്പോൾ നിങ്ങളെ വലിച്ചോണ്ട് നടക്കണ്ടല്ലോ ഞാൻ. കയറി. വാ 3 പേരും ഇപ്പം ഇറങ്ങിപ്പോണ്.
കേറുക. എന്നാലും കയറുന്നില്ല. ഒരാളെ മാറി എന്നിട്ട് ഒരാളെ മൊത്തം ബാ. ആ ഇനി ബാ, അടുത്ത ആൾ വാ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ. രണ്ടുപേര് എല്ലാവരും വന്നാ. അടയ്ക്കുക, ഇത് അടയ്ക്കുക. ഓക്കെ, ലേശ് കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയാടാ ഓപ്പൺ ചെയ്യാൻ വെച്ചേ? ഓപ്പൺ ഇല്ലേ? ആ ഇവിടെ അല്ലേ? അയ്യോ, അടുത്തതാവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് മൊത്തം ബെഡ് ഉണ്ടാക്കണം ഗൈസ്. അതാണ് അടുത്ത പരിപാടി. കോളില്ലടേ, കോള്. ഓ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇത് വേണ്ട. കോളെടുക്കുക, വെക്കുക, അയൺ ഫർണസ് ചെയ്യാം. നമുക്കിത് വേണം കേട്ടോ. നമുക്ക് വുഡ് ഇല്ലാന്ന് തോന്നുന്നില്ലേ? വുഡ് ഉണ്ട്. വുഡ് ആവശ്യം വരും ഇവിടെ. ഈ വുഡ് കയ്യൊന്ന് ക്ലിയർ ആയിട്ടേ. സ്ഥലமான സാധനങ്ങളുണ്ട് കയ്യിൽ. അയ്യോ, അത് ആവശ്യമുള്ളതാണ്. ആവശ്യം വരും. ഫുള്ളായിട്ട് അയണം കൂടെ ഒക്കെ നമുക്ക് റെയിൽ ഉണ്ടാക്കട്ടെ. ഈ അതിനാണ് നമ്മൾ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെടുന്നത്. മൈൻ കാട്ട് ഉണ്ടാക്കാം, പിന്നെ ഒരു റെയിലും കൂടെ ഉണ്ടാക്കിയാൽ മതി. എട്ടെണ്ണുണ്ട്. ഓ, റെയിൽ ഇനി സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ. വേണ്ട, 16 റെയില്. ഓക്കെ, അത്ര മതി. റെയിലും സെറ്റ്. ഇപ്പോൾ റെയിൽ ഇതിനകത്തിരിക്കട്ടെ. റെയിലും ഇതിനകത്തിരിക്കട്ടെ, മൈൻ കാട്ടും ഇതിനകത്തിരിക്കട്ടെ. ബെഡ് ഉണ്ടാക്കണമല്ലോ. 2, 3, 4, 5, 6 ബെഡ് ഉണ്ട്. നമ്മൾ ആ ഒരു 6 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1, 2, 3, 4, 5 ബെഡല്ലേ ഇവിടെ വന്നുള്ളൂ. 1, 2, 3, 4, 5 ബെഡേ ഉള്ളല്ലോ. ഓക്കെ, 6. ഇപ്പോൾ 6 ബെഡ് ആയിട്ടുണ്ട്. ഇനിയും വേണോടാ ബെഡ്. അയ്യോ, ഓക്കെ, 8 ഉണ്ട്. ഒരു 2 ബെഡും കൂടെ ഉണ്ടാക്കാനുള്ളതായി. ഓക്കെ, ഞാനൊന്ന് ഫുൾ ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് വരാട്ടെ. സോ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ആപ്പ് തന്നെ നമ്മൾ 2 ബെഡും കൂടെ ഉണ്ടാക്കി. അങ്ങനെ മൊത്തം 20 ബെഡ്. ഇതാണ്ട് 2, 4, 6, 8, 10, 12, 14, 16, 18, ഇതാണ്ട് 20. ഓക്കെ, അപ്പോൾ അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവരുടെ ആവശ്യമില്ല. അവരെ പിന്നെ അവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നാലോ ഗൈസ്. അയ്യോ മഴ, അയ്യോ വീണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് ഈ ബാരൽ മാറ്റണം ഗൈസ്. ബാരൽ കയറൂല. ഇനി ഒരു വാട്ടർ ബക്കറ്റ് ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. 2 വാട്ടർ ബക്കറ്റ് വാട്ടർ എടുക്കണം.
അതേപോലെ നമുക്ക് ഒരു ലാവ എടുക്കണം ടൈസ്, ഒരു ബക്കറ്റ് അതിനും വേണം. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു വാട്ടർ ബക്കറ്റ് 2 നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതുണ്ട്. പിന്നെ നമുക്കൊരു 2 കൂടെ ഉണ്ടാക്കണല്ലേ. എന്താ ഇത് അയൺ ഇല്ലാന്ന് തോന്നുന്നു. അതിനുള്ള ഒരയണിൻ്റെ കുറവുണ്ടല്ലോ ഇവിടെ. ഒരു അയണിൻ്റെ കുറവുണ്ട് ഗൈസ്. എന്താ ചെയ്യുക, 3 വാട്ടർ ബക്കറ്റ് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായേനെ. ഇല്ലടേ, അതല്ലേ. ഓക്കെ, ഇപ്പോൾ 5 എണ്ണമായി. ഇത് റീലുണ്ടാക്കിയതാണ്, മൈൻ കാർട്ട് ഉണ്ടാക്കിയത്, വേറെ ഒന്നും വേണ്ട. ഓക്കെ, നമുക്കൊരു ബക്കറ്റും കൂടെ ഉണ്ടാക്കാം. പിന്നെ ഒരു 2 കൂടെ ഉണ്ട്. സോഡ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, ഷൗലുണ്ടാക്കാൻ പറ്റും, ഹോയും ഉണ്ടാക്കാൻ പറ്റും, സോഡ് ഉണ്ടാക്കാം പിന്നീട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അയൺ തിരിച്ചു വച്ചേക്കാം. ഗൈസ്, നമ്മൾ ലീഫ് വെട്ടിയെടുത്തായിരുന്നു കേട്ടോ, ഓഫ് ക്യാമറ ആയിരുന്നു. ഗൈസ്, മഴ പെയ്തായിരുന്നു, അതാണ് ഞാൻ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചത്. വല്ല കീപ്പർ എന്തെങ്കിലും വന്നാൽ ഫുൾ പൊട്ടിക്ക് കളഞ്ഞാൽ പറയണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് ഞാനൊന്ന് വഴിയൊന്ന് അടച്ചിട്ടതാണ്. ഓക്കെ, നമുക്ക് നേരെ ഇനി വില്ലേജിലേക്ക് പിടിക്കാം കേട്ടോ. വില്ലേജിലേക്ക് പിടിച്ചാലാണ് നമുക്ക് ലാഭം കിട്ടുള്ളൂ. നേരെ വില്ലേജിലേക്ക് പടക്കുകയാണ് ഞാൻ. ഓക്കെ, നമ്മൾ വില്ലേജിലെത്തിണ്ട്. അതാണ്ട് നമ്മുടെ ഇരിക്കുന്ന ലാവ. ഓക്കെ, ആ ലാവയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. വില്ലേജുകളിൽ എല്ലാ വില്ലേജസും തീരുമാനമായി തോന്നി ഗൈസ് കണ്ടിട്ട്. ഒരുത്തരം പോലെ ഞാൻ കണ്ടില്ല. ഓക്കെ, ഇവിടെ ഇനി അത് എത്ര പൊക്കത്ത് കയറണോടെ. ഞാനാണെങ്കിൽ ഫുഡ് തീർന്നോടെ. എൻ്റെ ആപ്പടെ 2 ബെഡ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടില്ല. ബ്രെഡ് ആകപ്പെടെ 2 ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല അത്. പക്ഷെ എന്തെങ്കിലും ബ്രെഡും കൂടെ എടുത്തിട്ട് പോരായിരുന്നു. കയറാനുള്ള വഴിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ തീ എത്തുന്നുട്ടാ. നമ്മളിവിടെ എത്തി. അയ്യോ, ഓക്കെ, നമ്മുടെ ബക്കറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ലാവ ബക്കറ്റ് കെട്ടി ഗായ്സ്. നമുക്ക് നേരെ താഴ്ത്തിറങ്ങാം. കത്തിച്ചോ. ഇനി നേരെ വീട്ടിലേക്ക് പോവാം. 2 വാട്ടർ ബക്കറ്റും കൂടെ എടുത്തേക്ക്. എന്തെങ്കിലും കിട്ടുന്നല്ലേ. ഓക്കെ, 2 വാട്ടർ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടണ്ട. ഓക്കെ, നേരെ വീട്ടിലേക്ക് പിടയ്ക്കാം. എടാ, ഇതെവിടുന്ന് ഈ വീട്ടിൽ ഇവിടെ വന്ന് എൻ്റെ കണ്ണിപ്പെടാതെ പോയതാണെങ്കിലും കണ്ണിപ്പെട്ട സ്ഥിതിക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഫുഡില്ലാന്ന് കണ്ണിപ്പെട്ട സ്ഥിതിക്ക് വിട്ട് കളയാൻ പറ്റില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് ഇതെല്ലാം കൂടെ നമ്മുടെ കയ്യിൽ എങ്ങനെ വെക്കുക. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് തട്ടട്ടെ. വേണ്ട, ചെയ്യേണ്ട ആവശ്യം കഴിഞ്ഞിട്ടാണ്. ബാക്കിയെല്ലാം കഴിയിരുന്നോട്ടെ. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് അടിച്ച് തിന്നായിരുന്നടേ. ഓക്കെ, 1 സ്റ്റാക്കോളം ബ്രെഡ് ഉണ്ട്. എന്നെ പേടിക്കണ്ടല്ലോ.
ഓക്കെ, നല്ല വിശപ്പടേ. ഓക്കെ, അതും കഴിഞ്ഞു. ഈ സമയം ഓൾറെഡി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇത്ര സാധനങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത്. പിന്നെ വുഡ് എടുക്കുന്നില്ല, വുഡ് എടുക്കാത്തതിൻ്റെ കാരണം ലാവ ഇതിനകത്ത് വുഡിൽ കത്തിക്കഴിഞ്ഞാൽ പണിയാവും. പിന്നെ വുഡ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യാനുള്ളതൊന്നുമില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യണമല്ലേ. ഒരു 20 വുഡ് എടുത്തേക്കാം. 20 മതിയല്ലേ, ധാരാളമാണത്. ആണെങ്കിൽ ഇതും കൂടെ എടുത്തേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലും. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതാണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഈ വുഡിൻ്റെ ഇവിടം വരെ, അതേപോലെ ഏതാണ്ട് ഈ ചെസ്റ്റിന് ഈ വുഡിൻ്റെ ഇവിടം വരെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ ലീഫ് ഞാൻ വേറെ കാര്യത്തിനെടുത്താണ്, നമ്മുടെ ബ്രീഡിങ് ഫാമിൻ്റെ ചുറ്റൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി എടുത്താൽ കേട്ടോ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് അയൺ ഫാമിന് വേണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്ര സാധനം നമ്മുടെ അയൺ ഫാമിന് വേണം. അപ്പോൾ അയൺ ഫാമിന് ബെഡ് റോക്കിലത്തെ അയൺ ഫാമിന് 20 ബെഡോളം വേണം, 20 വില്ലേജസും വേണം, അവർക്ക് 20 പേർക്ക് ജോബും വേണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങളുണ്ട്. ബെഡ് റോക്കാണ് ഇച്ചിരി കൂടെ, അയൺ ഫാം ഉണ്ടാക്കാൻ ബെഡ് റോക്കാണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാവയിൽ 3 വില്ലേജസും ഒരു സോംബിനും ഒപ്പിക്കുക. സോംബിക്ക് നെയിം ടാഗും കൊടുത്താൽ സോംബി സെറ്റാവും. നെയിം ടാഗ് കൊടുത്തില്ലെങ്കിലും അത് ഡീസ്പോണായി പോകുമ്പോൾ അടുത്തതിനെ പിടിച്ചിട്ടാൽ മതി. വലിയ റിസ്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ബെഡ് റോക്കാണ് ഇച്ചിരി കൂടെ റിസ്ക് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.